हुबली में सिर्फ एक मीटिंग में रात के 2 बजे तक 1 लाख से ज्यादा लोग, और ये हमारी कोशिश थी कि इससे 3 बातों का फायदा हो। सबसे पहले बात, इस्लाम क्या है, बुजुर्गान दीन का अमल क्या रहा, जो काम मुहियुद्दीन और मुइनुद्दीन ख़द्दसल्लाहु सिर्रुल अज़ीज़ करते हुए आए थे, उसी काम की शुरुआत कर्नाटक में जो है शेखुना ए.पी. अबू बकर मुस्लियार साहब उस काम की शुरुआत का ये सबसे बड़ा पैगाम जो है दिया। दूसरी चीज, हिंदुओं के दिलों में, सिखों के दिलों में, ईसाइयों के दिलों में इस्लाम एक दहशतगर्द मजहब है, ये जो उनके दिलों में बिठाया गया था उसे जो है कंप्लीट साफ करने में जो है वो पूरी तरह से कामयाब है। और तीसरी चीज, अहले सुन्नतुल जमात क्या है, ये कर्नाटक के लोगों के अंदर जो मायूसी थी, किसी जमात को कुछ कहे बगैर, किसी के गिला गाए बगैर, सिर्फ अल्लाह के रसूल सल्लल्लाहु अलैहि वसल्लम के पैगाम को, तौहीद और रिसालत, ये दोनों जो है अवाम तक पहुंचाने के अंदर कामयाब है। तो ये काम यहां रुकेगा नहीं, ये काम को आगे बढ़ाना है। आज केरला के अंदर सक्सेस हो सकते हैं, तो मुझे भी एक जिद है, कर्नाटक के अंदर भी इंशाअल्लाह हम कामयाब होकर बताएंगे, अगर आप तमाम लोगों का ताउन, अल्लाह का अगर फजल रहा। तो मैं ज्यादा लंबी तकरीर किए बगैर, ലക്ഷക്കണക്കിന് ആൾക്കാർ നടന്നിട്ടും സൈക്കിൾ മോട്ടറിലും വന്ന് എത്തിച്ചേരാന്ന് പറഞ്ഞാൽ അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ ദീനിനെ കൊണ്ടെടുക്കാനുള്ള അന്ന് മടവൂർ ഷേഖ് ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് 89 പറഞ്ഞത്, കാന്തപുരം താജുൽ ഉലമ വിജയിക്കൂ എന്ന് പറയുന്നത് കേരളത്തിന്റെ മണ്ണിൽ മാത്രമല്ല, കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നിങ്ങൾ കാണുന്ന യാഥാർത്ഥ്യം ഇതാണ്. ഹുബ്ലിയിൽ ചില നാട്ടിലുള്ള മൊയിലാക്കന്മാർ കണ്ടിട്ട് എന്നോട് പറയാ, ഞങ്ങൾ ആളെ കൂട്ടം നോക്കിയിട്ട് ഇവിടെ ഈ ആൾക്കാർ ഉസ്താദ് പറയുന്നത് മനസ്സിലാവാൻ. ഞാൻ പറഞ്ഞു, അല്ല മൊയിലാരെ, ഉസ്താദിനെ കേൾക്കാൻ മാത്രമല്ല കണ്ടാൽ തന്നെ മതി, ഞങ്ങൾക്കൊരു വലിയ സിയാറത്താണ്. ആ മഹാൻ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ദീനെ പഠിപ്പിക്കാനുള്ള ഇന്ന് കേരള രാഷ്ട്രീയത്തില്, കേരള നാട്ടിൽ മാത്രമല്ല കശ്മീർ, യു.പി., ബിഹാർ എല്ലായിടത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിലനിർത്തി നിലനിർത്തി കൊടുത്തു. അല്ലാഹു തആല ഉസ്താദിന് ആരോഗ്യം നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ഇനി മംഗലാപുരത്ത് അന്ന് നിങ്ങൾ എല്ലാവർക്കും വരാൻ, എത്ര ആൾക്ക് വരാൻ, ഇന്ന് മുതൽ തന്നെ പോലീസുകാർ ഇരുന്നിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ യാത്രക്ക് റോഡ് ചെറുതാണ്, അവിടെ വന്ന ആൾക്കാർക്ക് വരാനും പോകാനുള്ള സൗകര്യം ഉണ്ടാവോ? ആ നെഹ്റു മൈതാനിൽ ചുരുങ്ങിയെന്ന് പറഞ്ഞാൽ ഒരു 5 ലക്ഷത്തിന് അതിന്റെ ഇരട്ടി ആള് വരുന്നുണ്ടെന്ന് ബാംഗ്ലൂരിൽ